മാം, എന്താ ഈ PCOD? PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പേര് തന്നെ ശരിയല്ല, സിസ്റ്റുകളല്ല. സാധാരണ നമ്മളൊരാളെ ഈ നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമൊക്കെ സ്കാൻ ചെയ്യുമ്പം 10-12 എഗ്ഗാണ് കാണുന്നത്. അണ്ടമാണ്, അണ്ടത്തിൻ്റെ ആവരണം, ഫോളിക്കിൾസ് ആണ് കാണുന്നത്. ഇത് അണ്ടത്തിൻ്റെ ആവരണമാണ്, ഫോളിക്കിൾസ് ആണ് കാണുന്നത്. ഇതിൻ്റെ നമ്പർ കൂടുന്ന അവസ്ഥയാണ് PCOD എന്ന് പറയുക. കൂടുതൽ അണ്ടമുള്ള അവസ്ഥേനെയാണ് നമ്മൾ PCOD എന്ന് പറയുക. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടം വിരിയാൻ താമസമെടുക്കും. അങ്ങനെ വരുമ്പം പീരീഡ് കറക്റ്റാവില്ല, ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. രണ്ടാമത്തത് ഇവരിൽ പുരുഷ ഹോർമോണിൻ്റെ ആധിക്യമായിരിക്കും ഉണ്ടാവുക. അതുമൂലം അണ്ടത്തിൻ്റെ ക്വാളിറ്റി മോശമാവാം. ഇവർക്ക് ശരീരത്തിൽ മീശ കൂടുതലായിട്ട് വരും. ഈ പുരുഷന്മാരിലുള്ള പോലെ ഉള്ള ഹെയർ ഗ്രോത്ത് വരും. മുടി കൊഴിച്ചിൽ, ചില ഭാഗങ്ങളിൽ കൂടുതലായിട്ട് മുടി കൊഴിഞ്ഞിട്ട് അലോപീഷ്യ എന്ന് പറയും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരിക, കഴുത്തിന് ബാക്കിൽ കറുത്ത കളർ വരിക, വെൽവെറ്റിലേക്ക്, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുക. ഇതൊന്നുമല്ലാതെ തന്നെ ഹോർമോണിൻ്റെ ഇംബാലൻസും വന്നിട്ട് ഗർഭം ധരിക്കാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ PCOD ഉണ്ടെങ്കിൽ ഗർഭം ധരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ? PCODയിൽ 100% ഗർഭം ധരിക്കാതിരിക്കുകയൊന്നുമില്ല. ഒരു 50% ആൾക്കാർക്ക് ഗർഭം ധരിക്കാതിരിക്കാം. അത് അവരുടെ PCODയുടെ കടുപ്പം അനുസരിച്ചിരിക്കും. ഈ ആൻഡ്രജൻ കൂടുതലായി